നമ്മുടെ വരിക്കച്ചക്കയാണ്. അസല് പുഴുങ്ങാൻ പറ്റിയ ചക്കപ്പുഴുക്കിന് പറ്റിയ വരിക്കച്ചക്ക. ഈ ചക്ക ലോകം മുഴുവൻ എത്തിക്കുന്ന ഒരാളുണ്ട് ഇപ്പോൾ വയനാട്ടിൽ, നമ്മുടെ ജെയ്മി സജി ചേച്ചി. 5 കൊല്ലമായി ഇപ്പോൾ എക്സ്പോർട്ടൊക്കെ ഉണ്ട് അല്ലേ? ഉണ്ട്. എവിടേക്കൊക്കെ ഇത് കയറ്റി പോണ്? USA, UK, ന്യൂസിലാൻഡ്, കാനഡ. അവിടെയൊക്കെ മലയാളികൾ ഡിമാൻഡാണ്. അത് ഈ മാത്രമല്ല, ഇത് മാത്രമല്ല, ടെൻഡർ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. ടെൻഡർ ജാക്ക് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഇടിഞ്ചക്ക. ഇടിച്ചക്ക. അത് ഇടിച്ചക്ക എങ്ങനെയാ കയറ്റി വിടുക? ഇടിഞ്ചക്ക ഹാഫ് ബോയിൽ ചെയ്തിട്ട് ഫ്രോസൺ ചെയ്തിട്ടാണ് വിടുന്നത്. പാതി വേവിക്കും, പാതി വേവിച്ച് -40 ബ്ലാസ്റ്റ് ചെയ്ത സാധനങ്ങളാണ് കയറ്റി പോകുന്നത്. എത്ര നാൾ വരെ ഇരിക്കും? ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുന്ന സാധനമാണ്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ 2 വർഷം വരെ ഒരു കേടുകൂടാതെ ഇരുന്നു. 2 കൊല്ലം വരെ. ഇതൊക്കെയോ? ഇതിന്റെ ലക്ഷ്യം എന്താ? ഇത് പുഴുക്കിനുള്ള പച്ചച്ചക്കയാണ് ഇപ്പോൾ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ പാക്ക് ചെയ്തു. -40 ബ്ലാസ്റ്റ് ചെയ്ത സാധനമാണ്. -80 നമ്മൾ സൂക്ഷിക്കുന്നു. ഇവിടുന്ന് അവരെ ഫ്രീസർ വണ്ടി വന്ന് എടുത്ത് പോയി USA, UK ഓർഡറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ചു വന്നു. വിദേശിയാണ്. ചക്ക നമ്മളിപ്പോൾ നോക്കി, ഞാനിപ്പോൾ മുള്ളംകൊല്ലി പോയി, കൽപ്പറ്റയിൽ നിന്നൊക്കെ കയറി വന്ന് മുള്ളംകൊല്ലി എത്തി. ഇപ്പോൾ കണിയാമ്പറ്റയിൽ ഇപ്പോൾ ചേച്ചിയുടെ അവിടെ വന്നപ്പോൾ ഈ ഒരുപാട് പ്ലാവിൻ്റെ ചോട്ടിൽ ചക്ക വെറുതെ വീട് കിടക്കണം കണ്ടു. ഈ ചക്കയ്ക്കൊക്കെ ഡിമാൻഡ് ഉണ്ട് അല്ലേ? ചക്കയ്ക്ക് ഡിമാൻഡ് ഉണ്ട്. ചക്കക്കുരുവിൻ്റെ പ്രോസസ്സിംഗ് ആണ് ഞാൻ ആദ്യം ആരംഭിച്ചത്. എത്ര കൊല്ലമായി ഇത് തുടങ്ങിയിട്ട്? 5 കൊല്ലമായി. 2020 സംരംഭം ആരംഭിക്കുന്നത്. ഒരു ചെറിയൊരു 900 സ്ക്വയർ ഫീറ്റിലൊരു സംരംഭം ആരംഭിച്ചു. വനിതകൾക്ക് സ്വയം തൊഴിലിൽ ലോൺ എടുത്തിട്ടാണ് സംരംഭം ആരംഭിച്ചത്. അത് സംരംഭം അന്ന് 5-6 തൊഴിലാളികളായിരുന്നു. ഇന്ന് ഈ സംരംഭം ഒരു 7500 സ്ക്വയർ ഫീറ്റ് ബിൽഡിംഗ് ആയി. 26 തൊഴിലാളികൾ, വനിതാ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. നന്നായി പോകുന്ന ഒരു സംരംഭം. ചക്കയുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും ബ്രാൻഡഡായിട്ട് ഇത്രയും പ്രൊഡക്റ്റുകൾ ചെയ്യുന്നു. ബാക്കി ഫ്രോസൺ ഐറ്റംസ് ആണ് ചെയ്യുന്നത്. ഇടിഞ്ചക്കയുണ്ട്, ചക്കയുണ്ട്, കപ്പ, കാന്താരി, ചെറിയുള്ളി, എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട്. കപ്പ, കാന്താരി, ചെറിയുള്ളി, അതും ചക്കയായിട്ട് എന്താ ബന്ധം? ഇതൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് ആവശ്യമുള്ള ഫ്രോസൺ ഐറ്റംസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇത് ചക്ക മാത്രമല്ല, സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സാധനങ്ങളും ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ ചക്കയുടെ സീസൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇപ്പോൾ ഒരു ഫെബ്രുവരി തൊട്ട് ഓഗസ്റ്റ് വരെ ഉണ്ട്. സെപ്റ്റംബർ മാസം വരെ ഉണ്ടാവും. സെപ്റ്റംബർ വരെ ഉണ്ട്. 6-7 മാസം കിട്ടും. ചക്കപ്പഴം കിട്ടും. ആ പ്രോസസ്സുകളൊക്കെ ഇതിലുണ്ട്, വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല സാധനമാണ് ഈ ചക്കപ്പഴം വറുത്തത്. അത് വരിക്ക ചക്കപ്പഴം വറുത്തതാണ് ഈ വരുന്നത്. പിന്നെ ബാക്കി ചക്ക വരട്ടി. ഞാൻ ചോദിക്കട്ടെ, ചക്കപ്പഴം വറുത്തതിലേക്ക് അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ വരില്ലേ? വെളിച്ചെണ്ണയിലാണ് ഓയിൽ ഫ്രൈ തന്നെയാണ്. ഓയിൽ മുഴുവനും നമ്മൾ വാക്വം ചെയ്ത് കളയുക ചെയ്യുന്നത്. അന്നേരം പ്രൊഡക്റ്റിൽ ഓയിൽ ഉണ്ടാവില്ല. എണ്ണയുടെ അംശമില്ല. കൊളസ്ട്രോൾ പേടി വേണ്ട. നമ്മുടെ വയനാട്ടിലുള്ള സാധാരണ നാടൻ വരിക്ക ചക്കപ്പഴത്തിന്റെ മധുരം. ചില ചുളയ്ക്ക് മധുരം കൂടുതലുണ്ട്, ചിലതിന് മധുരം കുറവുണ്ട്. യൂണിഫോമിറ്റി ഒന്നുമില്ല. ഫാമിലെ ചക്കയോ അല്ല, സാധാരണ കർഷകർ കൊണ്ടുവന്ന് തരുന്ന വരിക്ക ചക്കപ്പഴം മാത്രം. ഭാഗ്യമുള്ള പോലെ കിട്ടും അല്ലേ? അത് കൂടാതെ ചക്കവരട്ടിയുണ്ട്. ചക്കവരട്ടി ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ചക്കവരട്ടി ഇത് കഴിഞ്ഞിട്ടാണോ അതോ പഴച്ചക്കയാണോ ചെയ്യുന്നത്? പഴഞ്ചക്കയാണ് കൂടുതലായി ചെയ്യുന്നത്. ചക്കവരട്ടി എല്ലാം പഴഞ്ചക്ക കൊണ്ടാണ് ചെയ്യുന്നത്. വരിക്കച്ചക്ക മിക്കവാറും നമ്മൾ ഈ പ്രൊഡക്റ്റിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ട് വരിക്കച്ചക്കയാണ് നല്ലത്. ഇതിൽ പച്ചയാകുമ്പോൾ നമുക്ക് കൂഴയോ വരിക്കയോ എന്നുള്ളത് വ്യത്യസ്തതയില്ല, ഒരേപോലെ ഇരിക്കും. പക്ഷേ അത് പഴുത്ത് കഴിയുമ്പോഴാണ് നമുക്ക് കൂഴ വേറെ വരിക്ക വേറെ എന്നുള്ളൊരു വ്യത്യസ്തത വരുന്നത്. പിന്നെ എന്ത് മൊത്തത്തിലുള്ള പച്ച ചക്ക ഇറക്കുമ്പോൾ നമുക്ക് എന്തിനും ആവശ്യമുള്ളത് കൊണ്ട് പഴുത്താലും നമുക്ക് വിഷയമില്ല. പച്ചയാണെങ്കിൽ നമുക്ക് അതും സന്തോഷമായി അതിങ്ങനെ മാറ്റി എടുത്തോണ്ട് പോകും. ഞാൻ ഈ നേരത്തെ പറഞ്ഞു ഇവിടെയൊക്കെ ചക്ക വീണ് കിടക്കണമെന്ന്. ഇവിടുന്നൊക്കെ നിങ്ങൾ ചക്ക കളക്ട് ചെയ്യുന്നുണ്ടോ? ചക്ക സാധാരണ ആര് കൊണ്ടുവന്നാലും നമ്മൾ ചക്ക എടുക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടറിഞ്ഞ് ആളുകൾ തരാൻ തയ്യാറാവണം. മടിയരാണെങ്കിൽ ഒരു രക്ഷയില്ല, വീണുപോകും. എനിക്ക് സമ്പാദിക്കണമെന്ന് പൈസ ഉണ്ടാക്കണം, എന്തെങ്കിലും വരുമാനം വേണം എന്നുള്ളവർക്കാണ് ചെയ്യാം. വീട്ടിൽ തൊഴിലില്ലാതിരിക്കുന്ന 2-3 ഒരു ചക്ക എങ്ങനെയാണ്? ചക്ക മുഴുവനായിട്ട് കൊണ്ടുവരാണോ, ചക്ക പറിച്ച് കൊണ്ടുവരണോ, ഇതുപോലെ ആക്കി കൊണ്ടുവരണോ? എങ്ങനെയാണ് അതിന്റെ ഏർപ്പാട്? ചക്ക മുഴുവനായിട്ട് നമ്മൾ ഇറക്കുന്നുണ്ട്. ഞങ്ങൾ കൂടെ തൊഴിലാളികൾ ഇരുന്ന് ഞങ്ങളെ ചെയ്തിട്ടാണ്. അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ എക്സ്പോർട്ടിങ്ങിനുള്ള സാധനങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ചക്കയുടെ പൗഡറിങ് ആവശ്യമുണ്ട്. പൗഡർ ആവശ്യമുള്ള സമയങ്ങളിൽ നമ്മൾ ആളുകളിൽ നിന്ന് പുറമേ നിന്ന് അരിഞ്ഞ് വാങ്ങുന്നുണ്ട്. ചക്ക അരിഞ്ഞ് കൊണ്ടുവന്ന് തന്നെ നമ്മൾ പറയുന്ന ഈ ഒരു യൂണിഫോമിറ്റിയിൽ അരിഞ്ഞു തരണം. പിന്നെ അല്ലാതെയുള്ള മൊത്തം ചക്ക ഇറക്കുന്നുണ്ട്.
മൊത്തം ചക്ക ഇറക്കുന്നതിന് കിലോയ്ക്ക് 8 രൂപയ്ക്കാണ് എടുക്കുന്നത് നമ്മൾ. 1 കിലോ ചക്ക മൊത്തം ചക്ക കൊണ്ടുവരുന്ന ചക്ക കൊണ്ടുവരുന്നത് ചിലപ്പോൾ 15, 20, 25, 30 കിലോയുടെ ചക്ക ഉണ്ടാവും. അതിൻ്റെ ഒരു കിലോയ്ക്ക് 8 രൂപ വെച്ച് കൊടുക്കും. അങ്ങനെ ഈ അരിഞ്ഞു വരുന്ന ചക്കയ്ക്ക് 70 രൂപ കൊടുക്കും. വാല്യൂ അഡീഷൻ. അന്നേരം അത് കുറേ ആളുകൾക്ക് തൊഴിലില്ലാത്ത വയ്യാത്തവർക്കും പ്രായമായിരിക്കണാണേലും തൊഴിലില്ലാത്തവർക്കാണേലും വീട്ടിൽ 2 3 പേര് ചേർന്ന് ഇഷ്ടംപോലെ ചക്കയുണ്ട്. നമ്മൾ നാമമാത്രമേ ഉപയോഗിക്കുള്ളൂ, ബാക്കി മുഴുവൻ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുക ചെയ്യുക. അത് എടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആരോടും ഇതുവരെ തടഞ്ഞിട്ടില്ല, എല്ലാവർക്കും കൊണ്ടുവരാം. പക്ഷെ ആരും കൊണ്ടുവരാൻ തയ്യാറല്ല. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ആക്കി കൊണ്ടുവരുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇപ്പം ചക്കക്കുരു എന്ത് ചെയ്യും? ചക്കക്കുരു ഞങ്ങൾ എടുക്കുന്നുണ്ട്. അതിനെന്താ വില? ചക്കക്കുരുവിന് കിലോയ്ക്ക് 25 രൂപയ്ക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇത്രയും നാൾ അങ്ങനെയാണ് എടുത്തത്. ഇപ്പം സീസൺ ഏകദേശം തീരാനായിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള ചക്കക്കുരു പക്ഷേ ഇവിടുന്ന് മാത്രം ആശ്രയിച്ച് നമ്മുടെ കാര്യങ്ങൾ നടക്കൂല. ഞങ്ങൾക്ക് ടൺ കണക്കിന് സാധനം വേണം. അത് ഞങ്ങൾ പ്രോസസ്സ് ചെയ്ത് വെക്കും. ഈ ഫെബ്രുവരി മാസം മുതൽ സെപ്റ്റംബർ വരെ തിരുവനന്തപുരം ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ചക്കക്കുരു വരുന്നത്. പക്ഷെ അത് ഒത്തിരി അധികമാകാൻ തുടങ്ങിയപ്പോൾ നമ്മളൊരു ക്യൂ സിസ്റ്റം വെച്ചിട്ടാണ് അത് വിളിച്ചു പറഞ്ഞ് നമ്മളോട് പറയണം. ഇന്നൊരു ദിവസം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാളത്തെ കഴിഞ്ഞ് വേറെ ഒരാൾക്കാണ് കൊടുക്കുക. അങ്ങനെ മാറ്റിയാണ് ചക്കക്കുരു എടുക്കുക. നമ്മൾ ജാക്ക് ഹെൽത്ത് പൗഡർ എന്ന് പറഞ്ഞാൽ വോൾ ജാക്കിന്റെ പൗഡറാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ മുള്ളി ചെത്തി കളഞ്ഞിട്ടുള്ള ബാക്കി ചക്കയുടെ മുഴുവൻ സാധനങ്ങളും ഉണ്ടാവും. മാത്രം ചെത്തി കളഞ്ഞു, ബാക്കിയെല്ലാം കൊത്തി അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വരുന്ന ഒരു ഹെൽത്ത് മിക്സ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ്. ശരിക്കും നമുക്ക് ഇതിന്റെ ഒരു ടേസ്റ്റും മണമൊക്കെ ഹോർലിക്സിന്റെയും ബൂസ്റ്റിന്റെ ഒരു മണവും രുചിയും തന്നെയാണ് വരുന്നത്. പ്രോസസ് ചെയ്ത് വന്നു കഴിയുമ്പോൾ വെറുതെ പ്രോട്ടീൻ റിച്ച് ആണ്, പ്രോട്ടീൻ സമ്പന്നമായ. എല്ലാവരും പറയുന്നത് ആന്റി ഡയബറ്റിക് ഒക്കെ ആണ്, പ്രമേഹം തടയാനൊക്കെ ഇതാണെന്ന് പറയുന്നത്. ചെയ്താലും അതിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് കുറുക്കാക്കി കൊടുക്കാനോ മുതിർന്നവർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാം അങ്ങനെയൊക്കെ പറ്റുമല്ലേ. സാധനം കൂടുതലായിട്ട് ഇത് പോകുന്നത് ചോക്ലേറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ്. നമ്മുടെ സീഡ് പൗഡറിന്റെ പൗഡർ ചോക്ലേറ്റിന്റെ പൗഡറുമായിട്ട് ഏകദേശം ഒരേ ലെവലിൽ വരുന്ന സാധനമാണ്. കൊക്കോ പൗഡറിന് വില കൂടുന്നതനുസരിച്ച് ഈ സാധനത്തിന് അത്രയും വില വരുന്നില്ല. അന്നേരം നമുക്ക് ഇതെടുത്തു കഴിഞ്ഞാൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണ് നമ്മുടെ സീഡ് പൗഡർ. അതുപോലെ തന്നെ ഹെൽത്ത് മിക്സ്, പ്രോട്ടീൻ പൗഡർ. പ്ലാസ്റ്റിക് കോട്ടിംഗ് മുഴുവൻ കളയും. പക്ഷെ അതിന്റെ ചുവപ്പ് നിലനിർത്തിക്കൊണ്ട് അതാണ് പ്രോട്ടീൻ സമ്പന്നമായത്. നമ്മുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ആന്റി ഓക്സിഡന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് അതിലാണ്. ആ ചവര് നിലനിൽക്കുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ആ ചവര് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ്, പണ്ട് നമ്മൾ കറിക്ക് ഉപയോഗിക്കുമ്പോൾ മുഴുവൻ ചിരണ്ടി വെളുപ്പിച്ച് കഴിയുമ്പോഴാണ് ചക്കക്കുരു കഴിച്ചാൽ ഗ്യാസിന്റെ പ്രശ്നം പറയുക. ഒരിക്കലും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടാകില്ല. ആ ചുവപ്പ് നിലനിർത്തിക്കൊണ്ടാണ് അതിന്റെ പ്രോസസ്സ്.